വികസിത കേരളത്തിനായി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി NTA പ്രകടന പത്രിക. കേരളത്തിന് ആദ്യ എയിംസും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പുതിയ മെട്രോ റെയിൽ പദ്ധതികളും ഉൾപ്പെടെയാണ് NTA മുന്നോട്ട് വയ്ക്കുന്നത്. തിരൂരിൽ 125 അടി ഉയരത്തിൽ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ യാഥാർത്ഥ്യമാക്കും. ക്ഷേത്രഭരണത്തിൽ വിശ്വാസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കും. ഗതാഗത കുരുക്കിന് പരിഹാരമായി മികച്ച റോഡുകൾ കേരളത്തിലുടനീളം യാഥാർത്ഥ്യമാക്കും. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം എന്നുള്ള ആവശ്യം സാധ്യമാക്കും. നിർധനരായ വനിതകൾക്ക് 2500 രൂപയുടെ പ്രതിമാസ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, ഒപ്പം തന്നെ 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ, ഓരോ വീട്ടിലും 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം തുടങ്ങിയ ജനപ്രിയ പദ്ധതികളാണ് NTA തങ്ങളുടെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MS വീണയും വിനീഷും ചേർന്നുണ്ട്. ആദ്യം MS വീണയിലേക്കാണ് പോകുന്നത്. വീണ, എന്തായാലും ശക്തമായ പ്രചാരണം ഒരു വശത്ത് കൊഴുക്കുമ്പോൾ ഇപ്പോൾ NTA തങ്ങളുടെ പ്രചരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. വമ്പൻ പദ്ധതികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, വികസിത കേരളത്തിനായിട്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കേരള ജനതയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. വികസനവും കേരള ജനതയുടെ ക്ഷേമവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള സമസ്ത മേഖലയും തൊട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ തന്നെയാണ്, പദ്ധതികൾ തന്നെയാണ് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് മാറ്റം, വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യവുമായി തന്നെയാണ് ഈ ഒരു മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിയാണ് ഈ ഒരു മാർഗരേഖ പ്രകാശനം ചെയ്തിരിക്കുന്നത്. വളരെ ആകാംക്ഷയോടുകൂടിയാണ് കേരള ജനത ഈ NDAയുടെ വികസന രേഖയെ, മാർഗരേഖയെ നോക്കിക്കണ്ടതെന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട പദ്ധതികൾ പറയുന്നത് താഴെത്തട്ടിലെ ജനവിഭാഗത്തിന്റെ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്തും ഒപ്പം തന്നെ ആരോഗ്യ രംഗത്തും ഒപ്പം തന്നെ തൊഴിൽ മേഖലയിലും അടക്കം വിവിധ മേഖലകളിൽ ഉന്നമനം എത്തുന്ന രീതിക്ക് ക്ഷേത്ര സംരക്ഷണവും വിശ്വാസ സംരക്ഷണത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പത്രികയിൽ പ്രധാനമായും പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും സുപ്രധാനപരമായിട്ടുള്ള കാര്യങ്ങളാണത്. പാവപ്പെട്ട വനിതകൾക്ക് 2500 രൂപയുടെ പ്രതിമാസ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്. നമുക്കറിയാം, ഈ വിലക്കയറ്റം തടഞ്ഞു നിർത്തുവാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ വനിതകൾക്ക് കൈത്താങ്ങാകുന്ന ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ കാർഡ് തന്നെയാണ് പ്രതിമാസം 2500 രൂപയുടേതാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന തുടരെ ഉണ്ടാകുന്ന തകർച്ചകൾ. മികച്ച ചികിത്സാ സംവിധാനം ഉണ്ടാകുന്നില്ല, ഒപ്പം തന്നെ ചികിത്സാ പിഴവ് മൂലം രോഗികൾ ദുരിതം അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ തീപിടുത്തം, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ അടക്കം കെട്ടിടങ്ങളുടെ ഒരു ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥ, മരുന്നുകളുടെ ദൗർബല്യം, ഡോക്ടർമാരുടെ ദൗർബല്യം, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും കേരള ജനത അനുഭവിക്കുന്നുണ്ട്. എയിംസ് എന്നുള്ളൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഗതാഗത മേഖലയ്ക്ക് അടക്കം പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ കൂടി NDA ഒരു പ്രകടന പത്രികയിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ മെട്രോ സർവീസ് തുടങ്ങുന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് അത് ഈ ഒരു പ്രകടന പത്രികയിലുണ്ട്. ആ പദ്ധതിയെക്കുറിച്ചും ഭാരതീയ ജനതാ പാർട്ടി ഗൗരവമായി ചിന്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തും കണ്ണൂരും അതിവേഗ റെയിൽവേ ശൃംഖല. നമുക്കറിയാം, ഈ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന നിരവധി യാത്രക്കാരുണ്ട്. തൊഴിലാവശ്യങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾക്കുമായി കണ്ണൂർ മുതൽ തിരുവനന്തപുരത്ത് എത്തേണ്ടി വരുമ്പോൾ ദുരിതയാത്ര അനുഭവിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി അധിക സർവീസുകൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ ഗതാഗത സംവിധാനത്തിന് ഉടച്ചു വാർക്കുക, അതിന് മാറ്റം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പും അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തുണ്ടായിരുന്നത്. മുടങ്ങിക്കിടന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദുരിതം അനുഭവിക്കുന്ന ജനതയുടെ വാർത്ത ജനം TV തന്നെ പലതവണ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ളതും NDA വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായി തിരുവനന്തപുരം നഗരത്തിലടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഓരോ കുടുംബങ്ങൾക്കും 20,000 ലിറ്റർ കുടിവെള്ളം അത് എത്തിക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പാചകവാതക വിഷയം വലിയ തരത്തിൽ ചർച്ചയാക്കി ഒരു തിരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുവാൻ ഇടതു വലതു മുന്നണികൾ ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമ്പോൾ പോലും വ്യാജ പ്രചരണങ്ങൾ നടത്തി വോട്ട് പിടിക്കുവാനുള്ള ഒരു തന്ത്രം ഇടതു വലതു മുന്നണികൾ നടക്കുമ്പോൾ അവരുടെ വായടപ്പിക്കുന്ന ഒരു മറുപടി തന്നെയാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിവർഷം 2 LPG സിലിണ്ടറുകൾ നൽകുമെന്നുള്ളതാണ്. ഒന്ന് ഓണത്തിനും ഒന്ന് ക്രിസ്മസിനുമായിരിക്കുമെന്ന് എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസി സമൂഹം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് ഹൈന്ദവ ആരാധനാലയങ്ങളിൽ നടക്കുന്ന കൊള്ളയടി. അതായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന് കീഴിൽ നടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളിലെ കവർച്ചകൾ. ആ കവർച്ചയ്ക്ക് അറുതി വരുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. വിശ്വാസികളെയും ഒപ്പം തന്നെ ക്ഷേത്ര ഭരണവുമായി സംബന്ധിച്ച് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം കൊണ്ടുപോകുന്നതിനുള്ള
അതിനുള്ള നടപടി സ്വീകരിക്കുമെന്നുകൂടി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേവസ്വം ബോർഡുകളുടെ പുനഃസംഘടന. അത് അഴിച്ചു വാർത്തുകൊണ്ട് ഭക്തർക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന് തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ അന്വേഷണം അത് CBIക്ക് ഏറ്റെടുത്തുകൊണ്ട് CBI അന്വേഷിച്ച് യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തി അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തുകയാണ്. അത് പ്രധാനമന്ത്രി വന്നപ്പോൾ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അത് മോദി ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുന്ന പദ്ധതി തന്നെയാണ്. അതും ഈ ഒരു പ്രകടന പത്രികയിൽ ആവർത്തിക്കുകയാണ്. മാത്രമല്ല മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുണ്ടാകും. ഒപ്പം തന്നെ 24 മണിക്കൂറുകളും ആംബുലൻസ് സർവീസ് സേവനം ലഭിക്കുന്നതിന് സാധാരണ ജനങ്ങളുടെ ആരോഗ്യം അവരുടെ ആരോഗ്യ പരിപാലനത്തിനായിട്ട് അവർക്ക് ആശുപത്രിയിൽ എത്തുന്നതിനായിട്ടുള്ള ആംബുലൻസ് സർവീസ് ഒരു കൃത്യമായി തന്നെ 24 മണിക്കൂറും ലഭിക്കുന്നതിനുള്ള സേവനം ഉറപ്പാക്കും. ഒപ്പം തന്നെ രോഗികളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്ക് ഒപ്പം തന്നെ സാധാരണ രോഗികളുടെയും ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള രോഗികൾ, അതായത് അടിയന്തര അവസ്ഥയിൽ പോലും ഉൾഗ്രാമങ്ങളിൽ വാഹന സൗകര്യം എത്താത്ത സാഹചര്യത്തിൽ ചികിത്സ ലഭിക്കാതെ മൂലം മരണത്തിന് കീഴടങ്ങുന്ന ഒരുപാട് രോഗികൾ കേരളത്തിലുണ്ട്. അവർക്ക് സുരക്ഷിതമായിട്ടും സമയമായിട്ടുള്ള കൃത്യസമയത്ത് തന്നെ ചികിത്സ ലഭിക്കുന്നതിനുള്ള സഞ്ചരിക്കുന്ന ആരോഗ്യ സംവിധാനവും നടപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് NDA ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. വിഷ്ണു, ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങളുമായി NTA തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. MS വീണയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.